ഹലോ നമസ്കാരം. കാതോർക്കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോയിലേക്ക് പോകാം. തീഹാർ ജയിലിൽ നിന്ന് 4 പുള്ളികൾ തടവു ചാടി. 1987 ന്യൂഡൽഹി ഡയറി എന്ന പത്രത്തിനു മാത്രം കിട്ടിയ എക്സ്ക്ലൂസീവ് വാർത്ത. അതും രാത്രിയിൽ നടന്ന ജയിൽ ചാട്ടം രാവിലെ ഇറങ്ങിയ പത്രത്തിൽ അടിച്ചു വന്നു. പക്ഷെ ചാടാനായി കയറിയ മതിൽ ഇങ്ങ് പൂജപ്പുര സെൻട്രൽ ജയിലിലായിരുന്നു. ചാടി കാലുകുത്തിയത് തീഹാർ ജയിലിനു പുറത്തും. മമ്മൂട്ടിയുടെ കരിയർ തന്നെ മാറ്റിമറിച്ച മലയാളത്തിലെ എക്കാലത്തെയും വലിയ ഹിറ്റുകളിലൊന്നായ ന്യൂഡൽഹി സിനിമയിലാണിത്. മേക്കിംഗ് കൊണ്ട് ഹരം കൊള്ളിച്ച പൂർണ്ണമായും ഡൽഹിയിൽ നടക്കുന്ന കഥ. പക്ഷെ പല രംഗങ്ങൾക്കും വേഷം മാറിയെത്തിയ ലൊക്കേഷനായത് തിരുവനന്തപുരമായിരുന്നു. ഡൽഹി എന്ന മഹാനഗരത്തെ മലയാളി പ്രേക്ഷകർ നിറഞ്ഞുകണ്ട ആദ്യ ചിത്രമായിരുന്നു ജോഷി ഡെന്നിസ് ജോസഫ് സൃഷ്ടിയായ ന്യൂഡൽഹി. രാജ്യതലസ്ഥാനത്ത് ചിത്രീകരിക്കുക എന്ന വെല്ലുവിളി ഏറ്റെടുത്തത് നിർമ്മാതാവ് ജൂബിലി ജോയ് തോമസ് ആയിരുന്നു. അക്കാലത്ത് 2 സിനിമകൾ ചെയ്യാവുന്ന പണം മുടക്കിയാണ് ന്യൂഡൽഹി ഞങ്ങൾ പൂർത്തിയാക്കിയത്. ജൂബിലി ജോയ് പറഞ്ഞു. കഥ നടക്കുന്നത് ഡൽഹിയിൽ തന്നെയാകണമെന്ന നിർബന്ധം എന്താണെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ഡെന്നിസ് കാരണങ്ങൾ നിരത്തി. തന്റെ മീഡിയ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി വാർത്ത സൃഷ്ടിക്കുന്ന ഒരു ക്രിമിനൽ ജീനിയസിന്റെ കഥയാണ്. കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് പ്രേക്ഷകർ സംശയിക്കും. എന്തും നടക്കുന്ന നഗരം എന്നൊരു ഇമേജ് ഡൽഹിക്കുണ്ട്. ഡൽഹിയുടെ പശ്ചാത്തലത്തിൽ ഒരു വിശ്വസനീയ കഥ പറഞ്ഞാൽ അവിശ്വസനീയത താനേ വരും. എന്നിട്ടും പല രംഗങ്ങളും തിരുവനന്തപുരത്താണ് ചിത്രീകരിക്കേണ്ടി വന്നത്. കഥയുടെ ആദ്യ പകുതിയിൽ ഏറെയും മമ്മൂട്ടിയുടെ നായക കഥാപാത്രമായ കൃഷ്ണമൂർത്തി എന്ന GK തീഹാർ ജയിലിലാണ്. പക്ഷെ തീഹാർ ജയിലിനുള്ളിൽ സിനിമാ ചിത്രീകരണം അനുവദിക്കില്ല. ഒടുവിൽ ജയിലിനുള്ളിലെ രംഗങ്ങളെല്ലാം പൂജപ്പുര സെൻട്രൽ ജയിലിനുള്ളിൽ ഷൂട്ട് ചെയ്തു. ഉത്തരേന്ത്യൻ തടവുകാരായി നമ്മുടെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ജയിലിൽ നിറച്ചു. ജയിലിനു പുറത്തെ രംഗങ്ങൾ തീഹാറിലും ചിത്രീകരിച്ചു. 2ാം പകുതിയിൽ ജഗന്നാഥ വർമ്മയുടെ വില്ലൻ കഥാപാത്രം നൈനിറ്റാളിലേക്ക് ഒറ്റയ്ക്ക് യാത്ര പോകുന്നുണ്ട്. GKയുടെ ടീം അവിടെയെത്തി അയാളെ കൊലപ്പെടുത്തുന്ന രംഗത്തിന് തിയേറ്ററിൽ വൻ കയ്യടിയായിരുന്നു. പക്ഷെ കൊലപാതകം നടക്കുന്ന നൈനിറ്റാളിലെ ഗസ്റ്റ് ഹൌസിലെ മുറി ഇങ്ങ് തിരുവനന്തപുരത്തായിരുന്നു. ശ്രീകാര്യത്തിനടുത്തുള്ള ഒരു വീടിന്റെ മുറിയിലാണ് ആ കൊലപാതകം ചിത്രീകരിച്ചത്. പുറത്തെ ദൃശ്യങ്ങൾ നൈനിറ്റാളിലും. GK ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന കൊലപാതകങ്ങളെല്ലാം രാത്രിയുടെ ഇരുട്ടിലായിരുന്നു. ഡൽഹിയെ നടുക്കിയ വിദേശ രാജ്യത്തെ രാജാവ് മുതൽ ജഡ്ജി വരെയുള്ള ആ VIP-കൾ മരിച്ചു വീണത് പക്ഷെ തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിന്റെ ഇരുണ്ട നാഴികകളിലും പിൻവശത്തുമൊക്കെയായിരുന്നു. ത്യാഗരാജന്റെ കഥാപാത്രം വെടിയേറ്റ് വീഴുന്ന പ്രധാന രംഗവും മസ്കറ്റ് ഹോട്ടലിലെ നീന്തൽക്കുളത്തിലാണ് ചിത്രീകരിച്ചത്. പണം തന്ന ആൾക്കാർ നമ്മുടെ പത്രം വാങ്ങണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടാക്കാൻ കഴിയണം. മറ്റു പത്രങ്ങളിലില്ലാത്ത എന്തെങ്കിലും പ്രത്യേകത. സിനിമയിൽ GK എന്ന കഥാപാത്രം പറഞ്ഞതു തന്നെയായിരുന്നു തിരക്കഥാകൃത്ത് ഡെന്നിസ് ജോസഫിന്റെയും നിലപാട്. പ്രത്യേകതയുള്ളൊരു ക്ലൈമാക്സ് കണ്ടെത്താനാകാതെ തലപുകഞ്ഞിരിക്കുമ്പോഴാണ് അവർ താമസിച്ചിരുന്ന കേരള ഹൌസിൽ രാവിലെ വന്ന ഇംഗ്ലീഷ് പത്രത്തിൽ ഒരു വാർത്ത കാണുന്നത്. പ്രിന്റിംഗ് പ്രസ്സിലെ ജോലിക്കിടെ ഒരു പ്രിന്ററുടെ കൈ അറ്റുപോയ വാർത്ത. ചതഞ്ഞരഞ്ഞ അയാളുടെ രക്തം പടർന്ന് 2 പേജ് അച്ചടിച്ചു വന്നു. അതായിരുന്നു വാർത്ത. അപ്പോൾ തന്നെ ഡെന്നിസ് ജോസഫ് ക്ലൈമാക്സ് ഉറപ്പിച്ചു. വില്ലന്റെ ചോര കൊണ്ട് തന്നെ അയാൾ മരിച്ചു എന്ന വാർത്ത അടിച്ചുവരുന്ന ക്ലൈമാക്സ്. സ്റ്റാർ ഡിസൈനിങ്ങിലും ഈ സിനിമ വ്യത്യസ്തത കൊണ്ടുവന്നു. ജനുവരിയിലെ മഞ്ഞുള്ള ഡൽഹിയാണല്ലോ പശ്ചാത്തലം. ഗ്രാഫിക് ഡിസൈനർ ഒന്നുമില്ലാത്ത കാലത്ത് സർഫ് സോപ്പ് പൊടി കൊണ്ട് ഡിസൈനർ ഗായത്രി അശോകൻ ന്യൂഡൽഹി എന്ന് എഴുതി ഫോട്ടോ എടുക്കുകയായിരുന്നു.